രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണം. ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. EVM-ൽ കൃത്രിമം കാണിച്ച് പല തെരഞ്ഞെടുപ്പുകളും BJP ജയിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ EVM-ൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിച്ചിരുന്നു. BJPക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കാലേക്കൂട്ടി EVM-ൽ സെറ്റ് ചെയ്തു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നേരത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പോൾ ചെയ്ത വോട്ടുകൾ എന്ന തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. അന്ന് പക്ഷേ മറ്റു കണക്കുകൾ തിരുത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടി തപ്പിയത്. ഇതോടെയാണ് രാജ്യം ബാലറ്റിലേക്ക് മാറണമെന്ന ആവശ്യം ശക്തമായത്. ലോകത്ത് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ ഇന്നും ബാലറ്റിലാണ് വോട്ടിംഗ് നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം EVM വേണമെന്ന് BJP നിർബന്ധം പിടിക്കുന്നു എന്നാണ് കോൺഗ്രസ് ചോദ്യം ഉന്നയിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ബാലറ്റിലേക്ക് മാറുകയാണെന്ന സൂചന ഇപ്പോൾ പങ്കുവെക്കുന്നത് കർണാടകയിൽ നിന്നാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തത്. ഉടൻ നടക്കാനിരിക്കുന്ന ബംഗളൂരുവിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബാലറ്റ് ഉപയോഗിച്ചാകുമെന്ന് ഇതിനോട് പ്രതികരിച്ച സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ GS സംഗ്രേഷി അറിയിച്ചതോടെ കമ്മീഷനും ഇക്കാര്യത്തിൽ താൽപര്യമുണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതിൽ നിയമപരമായ തടസ്സമില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടേണ്ട ആവശ്യം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇവിടെ വലിയ റോൾ ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഭരണഘടനാ സ്ഥാപനമാണെന്നും അതുകൊണ്ട് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയോടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകളാണ് ശരിവെക്കുന്നത്. വോട്ടർമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണിതെന്ന് ബാലറ്റിനെ എതിർക്കുന്ന BJP ആരോപിക്കുന്നത്. ബാലറ്റ് ഉപയോഗിച്ചാൽ വോട്ടിംഗ് യന്ത്രങ്ങളെക്കാൾ പല മടങ്ങ് തട്ടിപ്പുകൾ നടക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിക്കുന്നുണ്ട്. ബാലറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള കള്ളക്കളികൾ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ BJP അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമീപകാലത്ത് വോട്ടിംഗ് മെഷീനിൽ വലിയ രീതിയിലുള്ള തകരാറുകൾ കണ്ടെത്തിയിരുന്നു. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. മെഷീനിൽ വലിയ രീതിയിൽ ഇൻപുട്ട് സ്വീകരിക്കാതെ നിരസിച്ചതായി കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. എന്നാൽ ബാലറ്റ് യൂണിറ്റുകൾ എന്ന BU, കൺട്രോൾ യൂണിറ്റുകൾ എന്ന CU, പിന്നെ VVPATകൾ എന്നിവയ്ക്ക് 5% വരെ ഇൻപുട്ട് നിരസിച്ചതായി തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെയാണ് ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ശക്തമായത്. ആ സ്വപ്നമാണ് ഇന്ന് കർണാടകയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്.